ഈ മതേതരത്വം തെളിയിക്കാൻ ചോദിക്കണേ? നിങ്ങളുടെ ഏർപ്പാട് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ മാത്രം ഇങ്ങനെ ഈ മതേതര സർട്ടിഫിക്കറ്റ് അരയിൽ വെച്ച് കൊണ്ട് നടക്കുക അല്ലേ? ഇവിടുത്തെ മുസ്ലിം സമുദായം ആ പൂതി നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ ഒന്നും മുമ്പിൽ വന്ന് ഈ മതേതരത്വം കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തവും രാജ്യത്തെ ഒറ്റുകൊടുത്ത പിണറായി വിജയന്റെ പാർട്ടിയുടെ മുമ്പിൽ, RSSന്റെ മുമ്പിൽ ഞങ്ങൾക്കില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങളെ മതേതരത്വം മനസ്സിലാക്കാൻ നീ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കണ്ട, പാണക്കാട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട, ഈ മണ്ണെടുത്ത് മണത്ത് നോക്കണോ. ഇതിൽ പറ്റിപ്പോയ ചോരയുടെ എന്നാണ് വർഗീയതയുടെ കൂടെ നിന്നത്. വർഗീയതയുടെ കൂടെ നിന്നത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഹമീദ് മാഷൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ ഈ വാർഡ് ഭയങ്കര വാർഡാണ്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം തരുന്ന വാർഡാണ്, ഞങ്ങൾ എന്ത് പ്രഖ്യാപിച്ചാലും ഇവിടെ ഉഷാറാണ്. ഇവിടുത്തെ വാർഡില് മഹാഭൂരിപക്ഷം ലീഗുകാരാണ്, മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. സഖാവ് പിണറായി വിജയൻ കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന, നിങ്ങൾ ഓമനിച്ചു വളർത്തിയ ഏതു തീവ്രവാദിയെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും ചേർന്ന് മത്സരിപ്പിച്ചാലും ഇവിടുത്തെ മാപ്പിളകൾ അവരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിൽ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളയിടത്താണ് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്, SDPI തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്, PDP തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത്. ഏതുപോലെ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷമുള്ളയിടത്ത് RSS തോൽക്കുന്നത് പോലെ ഞങ്ങൾക്കതറിയാം. ഞങ്ങൾ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. പരസ്പരമുള്ള കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും സ്നേഹത്തിന്റെയും ആത്മബന്ധമാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരിടത്തും. ഇനി ഒരു കാര്യം CPM മനസ്സിലാക്കിക്കോ, ജമാഅത്തെ ഇസ്ലാമിയുമായി CPM രാഷ്ട്രീയ ബന്ധമുണ്ടാക്കി മത്സരിച്ച തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ മുസ്ലിം സമുദായം നിന്നത് CPMന്റെ കൂടെയല്ല, ജമാഅത്തിന്റെ കൂടെയല്ല. ഇവിടുത്തെ സമുദായം മുസ്ലിം സമുദായത്തിനകത്തു നിന്നും വന്ന ഏതു തീവ്രവാദ പ്രസ്ഥാനവും ഏറ്റവും കൂടുതൽ അവർ ആക്രമിക്കപ്പെട്ടത് സമുദായത്തെ കൊണ്ട് തന്നെയാണ്, സമുദായത്താലാണ്, പുറത്തുനിന്നാരുമല്ല. SDPI അതല്ലെങ്കിൽ അത്തരത്തിൽ വന്ന ഏതു തീവ്രവാദ സംഘടനയെയും ഞങ്ങളാണ് എതിർത്തത്, ഞങ്ങളാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചത്. എന്റെ ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ. എന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ടും പി ജയരാജൻ എഴുതിയ പുസ്തകത്തില് മുസ്ലിം തീവ്രവാദമാണ് പ്രശ്നം, മത തീവ്രവാദമാണ് പ്രശ്നം. എന്നാൽ കാസ എന്ന് പറയുന്ന ഒരു കൊടും വിഷം ഇവിടുത്തെ ചില വൈദികന്മാരെ പോലും അവരുടെ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ പേരിലുള്ള ഏറ്റവും ഭീകരമായ RSSന്റെ കൂട്ടിക്കൊടുപ്പുകാരായ തീവ്രവാദ ഗ്രൂപ്പാണ് കാസ. ആ കാസ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, വളരെ വിസിബിളായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. എന്നാൽ സഖാവ് പിണറായി വിജയൻ കാസക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്ക്. സഖാവ് പിണറായി വിജയൻ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിക്കുന്ന കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയോട് വേണ്ട, PJ ജോസഫ് UDFിലാണല്ലോ, ആ PJ ജോസഫിനോട് എന്താണ് ഈ കാസ എന്ന് ചോദിക്കാത്തത് എന്താണ്? അതെന്തേ ചോദിക്കാത്തത്? അപ്പൊ കാസ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൽ പിണറായിക്ക് ആക്ഷേപമില്ല, CPMന് ആക്ഷേപമില്ല. ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഇവിടുത്തെ ഹിന്ദു സമുദായം കീഴടങ്ങാതെ പൊരുതി നിൽക്കുകയാണ് അല്ലേ? പക്ഷെ അവർക്കിടയിൽ RSS സ്വാധീനം ചെലുത്തുന്നു, അത് ചെലുത്താൻ ശ്രമം നടത്തുന്നു. സഖാവ് പിണറായി വിജയൻ ആക്ഷേപമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്കകത്തേക്ക് RSS നുഴഞ്ഞു കയറുന്നു. ലീഗിൽ വരൂലല്ലോ, മറ്റുള്ള രാഷ്ട്രീയ CPMനകത്ത് പോലും. എന്താണ് സഖാവ് പിണറായി വിജയൻ നിങ്ങൾക്ക് ആശങ്കയില്ലാത്തത്? ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു വരുമ്പോ വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 175 ബൂത്തുകളിൽ രണ്ടാം കക്ഷി RSS ആണ്, BJP ആണ്. CPM രണ്ടാം കക്ഷിയായിടത്ത് സഖാവ് പിണറായി വിജയൻ നിങ്ങൾക്ക് ആശങ്കയില്ല, തീരെ ആശങ്കയില്ല. BJPയിലേക്ക് CPMകാരൻ കൊഴിഞ്ഞു പോകുന്നു. അതൊരു വലിയ പ്രശ്നമല്ലേ? കണ്ണൂർ ജില്ല എനിക്കറിയാലോ. ആ കണ്ണൂർ ജില്ലയിൽ CPMൽ നിന്ന് പോകുന്നത് BJPയിലേക്കാണ്. അതൊരു അപകടം പിടിച്ച ഒരു പോക്കാണ്. നേരത്തെ അമിത് മാഷ് ഇവിടെ പറഞ്ഞു, അപകടകരമാണ്. നിങ്ങൾക്കറിയുമോ, മെനഞ്ഞാന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ജോയ്, അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ അടുത്തുണ്ട്. ആരാണ് ഈ കടകംപള്ളി എന്നറിയാലോ? മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് കണ്ടുപിടിച്ച കടകംപള്ളി സുരേന്ദ്രൻ അടുത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ജോയ് പറയാണ് അവരുടെ ഏരിയ സെക്രട്ടറിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ്. CPMന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ ജോയിയുടെ സ്റ്റേറ്റ്മെന്റ് പത്രത്തിലൊക്കെ കൊണ്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജോയ് പറയാണ്, ഈ ഏരിയ സെക്രട്ടറി പതുക്കെ BJPയിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്തൊരു തമാശയാണ് മിസ്റ്റർ ജോയ്, ഇതെന്തൊരു തമാശയാണ് സഖാവ് പിണറായി വിജയൻ.
അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത് ഗോവിന്ദനോടല്ലേ? ഗോവിന്ദൻ എന്ത് റോള്? പിണറായി പറയുമ്പം നിൽക്കാനും ഇരിക്കാനും വിധിക്കപ്പെട്ട ഒരാളെന്നല്ലാതെ അയാൾക്ക് എന്ത് പാർട്ടിയിൽ റോളുണ്ട്? ഒരു റോളും ഇല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സഖാവ് പിണറായി വിജയ, നിങ്ങളുടെ ഒരു ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് പതുക്കെ പോകുന്നത് ആരാ നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. പറയുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ മുമ്പിൽ നിന്നാണ്. ഇതെങ്ങനെ സംഭവിക്കാതിരിക്കുക? ഞാൻ വിശദീകരിക്കാൻ നിൽക്കല്ല. നിങ്ങൾ ഈ മത തീവ്രവാദ സംഘടനകളെ വിമർശിക്കാൻ വേണ്ടി വരുമ്പോൾ, അതും P. ജയരാജൻ വരുമ്പോൾ, നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തിനാണ് മത തീവ്രവാദ സംഘടനകളോട് വിയോജിക്കുന്നത്? അവർ അതിക്രമങ്ങൾ നടത്തുന്നു, അവർ മനുഷ്യരെ കൊല്ലുന്നു, അവർ മനുഷ്യത്വത്തിനെതിരാണ്. എന്റെ CPM-കാരാ, നിങ്ങൾ വേറെ കൊടി പിടിച്ച് ചെയ്യുന്നതും അതല്ലേ? RSS ഇന്ത്യയിൽ ചെയ്യുന്നത് എന്താണ്? മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ്. ശരി, അത് RSS-ന്റെ കൊടി പിടിക്കുമ്പോൾ മാത്രമേ മനുഷ്യത്വരഹിതമാകൂ എന്നുണ്ടോ? അതേ പ്രവൃത്തി ഈ ലീഗിന്റെ പച്ചക്കൊടി പിടിച്ച് ചെയ്താലും തെറ്റല്ലേ? കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിച്ചാലും തെറ്റല്ലേ? CPM-ന്റെ ചുവന്ന പതാക പിടിച്ചാലും തെറ്റല്ലേ? നിങ്ങൾ കണ്ണൂരിൽ ചെയ്യുന്ന അതിക്രമങ്ങൾ BJP-ക്ക് ബദലല്ല, BJP-ക്ക് സമാനമാണ്. എനിക്ക് ഒരു സന്തോഷമുണ്ട്. കാര്യം, അത് നേരത്തെ കുഞ്ഞനന്തന്റെ വിഷയം പറഞ്ഞപ്പോഴും നിങ്ങൾ എനിക്ക് നേരെ കുറച്ച് ചാടിയവരാണ്. എന്നെ ശരിയാക്കിക്കാളും. ഗോവിന്ദൻ പറഞ്ഞത് കുഞ്ഞനൻ എന്ന വിഷയം പറഞ്ഞപ്പോ ഷാജിക്കെതിരെ കേസെടുക്കുന്നാണ്. ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി. കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണല്ല, ഭയങ്കര ബേജാറാണല്ല. പക്ഷേ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. അത് വിഷയം കുഞ്ഞനന്തനാണ്. എങ്ങനെ മരിച്ചു എന്ന ചർച്ച കേരളത്തിൽ വരുന്നതിൽ നിങ്ങൾക്ക് ഭയമുണ്ട്, എനിക്കറിയാം. നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോ സ്വാഭാവികമായി ഞാൻ കണ്ണൂരിലെ ഒരു ജനപ്രതിനിധിയായി 10 കൊല്ലം ഉണ്ടായിരുന്ന ആളാണ്. CPM രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അന്ന് പറയുമ്പോൾ എന്നോട് പലരും വേദി എന്ന് പറഞ്ഞു, നിങ്ങൾ കുഴപ്പമുണ്ടാക്കില്ല. ഞാൻ പറഞ്ഞു, നവീൻ ബാബുവിന്റെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊരു കേവലം ആത്മഹത്യ അല്ല. നവീൻ ബാബു പിറ്റേ ദിവസം രാവിലെ പോകേണ്ടത് മക്കൾ 2 പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നിടത്തേക്കാണ്. ആ മക്കളോട് അദ്ദേഹം പറയില്ലേ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല കുട്ടികളെ, നിങ്ങൾ സ്റ്റേഷനിൽ എന്നെ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയില്ല, ഒരു SMS, ഒരു വാട്സാപ്പ്, ഒരു പേന കൊണ്ടെഴുതിയ ഒരു കത്ത് ഇല്ല. അയാൾ ഒരു സാധാരണ ക്ലർക്കല്ല, ADM ആണ്. അത്ര വിവരമില്ല അയാൾക്ക്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എന്ന CPM കോട്ടയിലേക്ക് എന്തിനാണ് 20 കിലോമീറ്ററിനപ്പുറം കൊണ്ടുപോയത്? ഞാനത് പ്രസംഗിക്കുന്ന പിറ്റേന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBIക്ക് കേസ് വിടണമെന്ന് പറയുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഇവിടെ ഈ ശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിൽ ഇരുന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്നേഹമുള്ളവരെ, കണ്ണൂരിലെ രാഷ്ട്രീയം എന്തെന്ന്, CPM നയിക്കുന്ന രാഷ്ട്രീയം എന്തെന്ന്. ഈ മലപ്പുറത്തെ കുറെ ആളുകൾ CPM-ന് മുദ്രാവാക്യം വിളിക്കണില്ലേ, അവർക്കറിയില്ല ഇതെത്രമേൽ മനുഷ്യത്വ വിരുദ്ധമായ സംഘടനയാണെന്ന്. CPM-കാരനായ നവീൻ ബാബുവിനെ അവസാനിപ്പിക്കുമ്പോ ദിവ്യ എന്ന് പറയുന്ന ഒരു അഴിമതിക്കാരിയായ ഒരു അഹങ്കാരിയുടെയും അവർക്ക് പിണിയാളായി നിൽക്കുന്ന തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും വിശ്വസ്തൻ വരെ നീണ്ടു നിൽക്കുന്ന അപകടകരമായ ഒരു ശൃംഖല അതിന്റെ പറകിലുണ്ട്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, ജനപ്രതിനിധി എന്ന് പറയുന്നത് അങ്ങനെ കണ്ണും കാതും തുറന്ന് തന്നെ നിൽക്കേണ്ട ആളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെ ഇവർ വേട്ടയാടിയതിനാണ്. ഞാൻ കണ്ണൂരില് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു കണ്ണൂർ പോയി മത്സരിക്കാൻ, ഹൈദരലി തങ്ങളാണ്. അവിടെ പോയി മത്സരിക്കുന്നു. സ്വാഭാവികമായി ഒരു ചെറുപ്പക്കാരനായി യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായി നിൽക്കുന്ന ഞാൻ അവിടെ പോയി മത്സരിക്കാൻ തങ്ങൾ പറയുമ്പോൾ അവിടെ പോയി ഒരു മത്സരം കാഴ്ചവെക്കുക, അത്രയേ ഉള്ളൂ. അതതിന്റെ ആത്മാർത്ഥമായ ഉത്തരവാദിത്തം അവിടെ നിർവഹിച്ചു. പക്ഷെ ജനങ്ങൾക്ക് അമിതമായ പ്രതീക്ഷയും ഇഷ്ടവുമായിരുന്നു. അവർ ഇത് മടുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയാവസ്ഥയിലാണ്. CPM-കാരൻ പ്രകാശൻ മാസ്റ്റർ 25,000 വോട്ടിനോളം ജയിച്ചു നിൽക്കുന്ന ഒരിടത്ത് പാർട്ടി എന്നെ നിയോഗിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അതിനെ മറികടന്ന് വോട്ട് ചെയ്യുകയാണ്. ആ വോട്ടിന്റെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവരൊരു വിശ്വാസത്തെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയല്ല ഒരു MLA. നിങ്ങളൊരു MLA-ക്ക് വോട്ട് ചെയ്യുന്നത് എന്തിനാണ്? അയാൾ നിങ്ങൾക്ക് കാവൽ നിൽക്കാനല്ലേ? ആ നാട്ടിൽ വരുന്ന ഒരു അപകടത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ലേ? അല്ലാതെ കിട്ടുന്ന ഓണററിയം വാങ്ങിയിട്ട് അതിങ്ങനെ തിന്ന് ജീവിച്ചു പോകാനാണോ? MLA-യുടെ ബോർഡ് വെക്കാനാണോ? വണ്ടിയിൽ ഇങ്ങനെ പത്രത്തിൽ യാത്ര ചെയ്യാനാണോ? എനിക്കവര് ആദ്യത്തെ തവണ വോട്ട് തരുന്നത്
രണ്ടാമത്തെ തവണ നികേഷ് എന്ന് പറയുന്ന അവർക്ക് കിട്ടാവുന്ന അന്നത്തെ ഏറ്റവും വലിയ കാൻഡിഡേറ്റ് നിർത്തിയപ്പെടും. ആ ജനങ്ങൾ വോട്ട് ചെയ്തത് ഞാൻ അവരോട് കാണിക്കേണ്ടുന്ന വിശ്വാസ്യതയെ അവർ ഓർമ്മപ്പെടുത്തിയതായിരുന്നു. അവർ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾ എന്തിനാണ് ടാക്സ് കൊടുക്കാത്തത്? എല്ലാത്തിനും ടാക്സ് കൊടുക്കണ്ടേ? എന്തിനാ കൊടുക്കാത്തത്? ഈ കെട്ടിയ പന്തലിന്, ഈ പറയുന്ന മൈക്കിന്, നടക്കുന്ന വഴികൾക്ക്, പോകുന്ന വാഹനത്തിന്, കഴിക്കുന്ന ഭക്ഷണത്തിന്, ധരിക്കുന്ന വസ്ത്രത്തിന് എല്ലാത്തിനും നികുതിയില്ലേ? എല്ലാവരും വാങ്ങുന്നത് ഈ നികുതി എന്തിനാണ്? ഈ നികുതി ഈ രാജ്യത്തിലെ ഗവൺമെന്റ് നേരാമണ്ണം വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ പറഞ്ഞുവിടുന്ന പ്രതിനിധികളാണ് ഈ രാജ്യത്തിലെ ജനപ്രതിനിധികൾ. ഞാൻ നിയമസഭയിൽ ഒരു ജനങ്ങളുടെ പ്രതിനിധിയായി പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്ന് ചെല്ലുമ്പോ ആ ഉത്തരവാദിത്തം എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ പ്രതിനിധിയായി അവിടെ ചെല്ലുമ്പോ, അവരിൽ ഒരാളായിട്ട് ചെല്ലുമ്പോ ആ ഉത്തരവാദിത്തം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ സംസാരിച്ചു. കക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മുഖ്യനോട് നിങ്ങൾ കക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു. മകളെ മുന്നിൽ നിർത്തിയിട്ട് കക്കുന്ന മുഖ്യമന്ത്രിയോട് നിങ്ങളൊരു കള്ളനാണ് എന്ന് പറയേണ്ടി വന്നു. അത് പറയാനുള്ള ബാധ്യതയല്ലേ ജനങ്ങൾ വോട്ടാക്കി എനിക്ക് തന്നിട്ടുള്ളത്? അതല്ലേ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? ആ ഉത്തരവാദിത്തമല്ലായിരുന്നു ഞാൻ നിർവഹിക്കേണ്ടിയിരുന്നത്? അതല്ലാതെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഏതെങ്കിലും ഒരു CPM-കാരനെ പിറകിൽ നിന്ന് ഒന്ന് നുള്ളിയോ? ഞാൻ ഇല്ലല്ലോ. ഒരു CPM-കാരനെ ചെകിട്ട് തടിച്ചോ, ആക്ഷേപിച്ചോ, തെറി വിളിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം യാതൊരു മറയുമില്ലാതെ സത്യസന്ധമായി നിയമസഭയുടെ മുമ്പിൽ, അവിടെയല്ലേ എനിക്ക് പ്രിവിലേജ് ഉള്ളത്, ഒരു MLA എന്ന പ്രിവിലേജ്. ആ പ്രിവിലേജ് ഉപയോഗിച്ച് നിയമസഭയുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചതിന് എത്ര കേസുകൾ ഉണ്ടാക്കി? എത്ര കേസുകൾ? ആ ഇലക്ഷൻ കേസ് ഉണ്ടാക്കിയപ്പോ ഇത് ബഹുമാന്യനായ അമീദ് മാഷ് ഇവിടെ ഉണ്ടായിരുന്നു. 4 വർഷം ഒരു റുപ്പിക പാർക്കുന്ന MLA ക്വാർട്ടേഴ്സിലെ മുറിക്ക് പോലും വാടക കൊടുത്തായിരുന്നു ഞാൻ നിന്നത്. എന്തിന്റെ പേരിൽ എന്തെല്ലാം കള്ളക്കഥകൾ ഉണ്ടാക്കി? ഞാൻ CPM-കാരോട് ചോദിക്കട്ടെ. ഞാൻ ആ കോടതിയുടെ വിധി വന്നതിന് ശേഷം സംസാരിക്കുന്ന പൊതുയോഗമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്ക്, എന്തിനു വേണ്ടിയായിരുന്നു, എന്ത് ചെയ്തു എന്നവർ പറയട്ടെ. ഞാൻ ചെയ്ത അപരാധം എന്താണ്? 2014 കൊടുത്ത ഒരു സ്കൂളിന്റെ പേരിൽ 2021 കേസെടുക്കുമ്പോ അന്ന് പറഞ്ഞതാണ് കേരളത്തിലെ വിജിലൻസിന്റെ ലോ അഡ്വൈസർ, നിയമ ഉപദേശം, ഈ കേസ് നിൽക്കൂല എന്നാണ്, തെളിവില്ല എന്നാണ്. എന്നിട്ടാണ് 2021 കള്ളമൊഴി വാങ്ങി ആ കേസ് നടത്തിയത്. എത്ര ലക്ഷം രൂപയാ നിങ്ങൾ ചെലവഴിച്ചത്? കോടി, 5 കോടിയിലധികം. സുപ്രീം കോടതിയിൽ നിങ്ങൾ അറിയുമോ, കെജ്രിവാളിനെ ജയിലിലേക്ക് പറഞ്ഞയച്ച വക്കീലാണ് എനിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹാജരായത്. വെറുതെ പറയുന്നതാണോ? നോക്ക്, ഇന്റർനെറ്റ് എടുത്തത് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്ക്. എനിക്കെതിരെ വന്നത് അതും 2 പുലി പോലുള്ള വക്കീലന്മാർ, 25 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന 2 പേർ. അങ്ങനെ 5 സിറ്റിംഗ് ഇരുന്നാൽ എത്ര കോടി ഉണ്ടാവും ഹൈക്കോടതി? എന്നിട്ട് അവസാനം നിങ്ങൾ എന്താക്കി? എന്റെ ചോദ്യം ഇതാണ്. ആ കേസില് എന്നെ കുടുക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ചെയ്ത ഈ തെമ്മാടിത്തരം ഉണ്ടല്ലോ, സഖാവ് പിണറായി വിജയ, ഉളുപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങയുടെ വളപ്പിലുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചടക്കണം. നിങ്ങൾ വക്കീലിന് കൊടുത്ത പൈസ അറിയോ? ഞാൻ ഒറ്റക്കാ പൊരുതിയത്. ഞാൻ എന്റെ ബഹുമാന്യമായ പാർട്ടിയോട്, എന്നെ ഞാനാക്കിയ സംഘടനയോട് ഞാൻ പറഞ്ഞു, അവരോട് 1 ഉറുപ്പ്യ പോലും ചോദിച്ചില്ല. 1 ഉറുപ്പ്യ പോലും ചോദിച്ചില്ല. ഞാനിതാ ഇവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പില്, നിങ്ങൾ താഴെ ഇരിക്കുകയല്ലേ. നിങ്ങൾ എല്ലാവരും അല്ലേ എന്നോട് ഇവിടെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞത്? അങ്ങനെ കയറി നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാനുള്ള ഒരു അർഹത ഉണ്ടാക്കേണ്ട ബാധ്യത മറ്റാരെക്കാളും എനിക്കാണ്. ആ അർഹത എനിക്ക് ഉത്തരവാദിത്തപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ടത് ബാധ്യതയാണ്. എന്നെ കുടുക്കാൻ ശ്രമിച്ചത് ഒരു കള്ളക്കേസിലാണ്, ബൈത്തുൽ മാൽ മോഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ്. പക്ഷെ ഒരു കാര്യം സഖാവ് പിണറായി വിജയ, അള്ളാഹു നമ്മെ തൊടുന്ന ഒരു സന്ദർഭം ഉണ്ടാവും, വിശ്വാസികൾക്ക് അത് മനസ്സിലാവും, രോമം എഴുന്നു നിറ്റുപോകും. അള്ളാഹുവിന്റെ ഒരു സ്പർശം നമ്മളിൽ തൊടുന്നത് പോലെ സുപ്രീം കോടതിയിലെ വിധി വരുമ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നോടി അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും നേര് ഒരു ചെറിയ അംശമുണ്ടെങ്കിൽ അതിനെ മറക്കാനുള്ള കൊമ്പൊന്നും ഒരിരട്ടച്ചകന്റെ ഗവൺമെന്റിനും ഇല്ല എന്നത് എന്റെ ബോധ്യമാണ്. ആരോട് വാങ്ങില്ല. കുറെ സാധുക്കൾ ഞാനിവിടെ വരുമ്പോൾ, നിങ്ങളെ നാട്ടിലെ മുഹമ്മദ് ഖാനോട് എൻ്റെ ഇഷ്ടം, ഞാനിങ്ങനെ ബേജാറായിട്ട് ഡൽഹിയിൽ ആരെ കാണണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ മുഹമ്മദ് ഖാനെ വിളിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ബേജാറാവണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എനിക്ക് അദ്ദേഹത്തെ അന്നും അറിയായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് അഴീക്കോട്ടിൽ വന്നു എന്നൊക്കെ എന്നോട് സുഹൃത്തുക്കൾ കലാമാഷും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയുമായിരുന്നില്ല.
എനിക്കത് പറയണം ഇവിടെ എന്ന് തോന്നിയതുകൊണ്ടാണ്. വളരെ കുറച്ച് ആളുകൾ, വളരെ സ്നേഹമുള്ളവർ എന്നെ വിളിച്ച് ചോദിച്ച്, എൻ്റെ കൂടെ നിന്നവരും മനുഷ്യനൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലീഗിൻ്റെ ഒരു പ്രവർത്തകനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ KM ഷാജിയുടെ പേരിൽ ഒരു സെക്കൻഡ് പോലും തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഈ വേദിയിൽ ഇരിക്കാൻ ഞാൻ അർഹനല്ല, നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കാനും ഞാൻ അർഹനല്ല. ഒരു കാര്യമുണ്ട്, ഒരു കേസ് കാട്ടിയിട്ട് 10 കേസ് കാട്ടിയിട്ട് ഒരു ഭരണകൂടം എല്ലാ സംവിധാനങ്ങളും ആക്കി പുറപ്പെട്ടാലും നിങ്ങൾക്കൊന്ന് അനക്കാൻ പോലും പറ്റാത്ത നട്ടെല്ലാണ് നടുപ്പുറത്തുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. അതങ്ങനെ കീഴ്പ്പെടുത്താനാവില്ല. അതിൻ്റെ ഒരു ജനുസുണ്ട്, അതിൻ്റെ ഒരു രീതിയുണ്ട്. തൻ്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് RSSകാരന്റെ മുമ്പിൽ സുക്കൂത്തായ പിണറായി വിജയന് ഈ നട്ടലിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. ലവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നരേന്ദ്രമോദിയുടെ മുമ്പിൽ സുക്കൂത്തായിട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളം കഴിഞ്ഞപ്പോൾ വിദേശത്ത് ടൂറ് പോയ പിണറായി എന്ന് പറയുന്ന കാട്ടുകള്ളന് KM ഷാജി പറയുന്ന നട്ടലിന്റെ അർത്ഥമറിയില്ല, അത് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ മുഖ്യമന്ത്രി മടിയിൽ കനമില്ലാതെ ജീവിക്കാനുള്ള ആർജവം ഉണ്ടാകണം. അതില്ലാത്തിടത്തോളം ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, രാഷ്ട്രീയത്തിൽ ആധുനിക കാലം സുതാര്യമായ ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. നമ്മളെ വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകൾ പോലും വാച്ച് ചെയ്യുന്നുണ്ട്. അവർ പോലും കിട്ടുന്ന വേളയിൽ ഇതെല്ലാം കാണുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാമ്പസിലെ കുട്ടികൾക്കറിയാം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജനഹിതത്തിന് സമാനമായി അവർക്ക് വേണ്ടി നിൽക്കാനുള്ള ശക്തി ആർജിക്കണം. ഒരൊറ്റ മനുഷ്യനെ ഇന്ത്യയിൽ അതിൽ ഉദാഹരണമായി എടുക്കാം. ഞാനത് പറയുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. എല്ലാ ആക്ഷേപങ്ങളും ചൊരിഞ്ഞപ്പെടും. ഇയാൾ പപ്പുവാണെന്ന് പറഞ്ഞപ്പെടും, ഇയാൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പെടും, കൊള്ളില്ലെന്ന് പറഞ്ഞപ്പെടും. ആ മനുഷ്യൻ അയാളിലേക്ക് തന്നെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ മോശക്കാരനാണോ? അതല്ലെന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അയാൾ തെരുവുകൾ മുഴുവൻ ഇറങ്ങി നടന്നു. ആ മനുഷ്യന്റെ പിറകിൽ ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് പിറകിൽ നടന്നു. അവിടെയാണ് ആ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാൻ ആ മുന്നണിയുടെ കൂടെ നിൽക്കാൻ എല്ലാവരും ശ്രമിക്കണം. സ്നേഹമുള്ള സഖാക്കളെ, ഇത് ലാസ്റ്റ് ബസ്സാണ്, ഇനി വേറൊരു ബസ് വരാനില്ല. ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തോറ്റുപോകുന്നു, വയനാട്ടിൽ നിന്ന് മാത്രം ജയിക്കുന്നു. പിന്നെ കളിയാക്കലോട് കളിയാക്കലാണ് സഖാക്കൾ. ഇഞ്ചി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ പോലെ എന്നോട് എപ്പോൾ ചോദിക്കൂ, ലാസ്റ്റ് ബസ് പോയോ, ലാസ്റ്റ് ബസ് വന്നോ, ലാസ്റ്റ് ബസ് പോയാൽ പിന്നെ വേറെ ബസ് വരാനുണ്ടോ, കളിയാക്കി. പക്ഷേ സഖാവേ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആ ലാസ്റ്റ് ബസ്സിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ ചിഹ്നമുണ്ടല്ലോ, അരിവാളും ചുട്ടിയൊക്കെ ആക്രിക്കടയിൽ പോയിട്ട് തിരയേണ്ടിയിരുന്നു. കാര്യങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടാവില്ലായിരുന്നു, ആക്രിക്കടയിലേ കാണുമായിരുന്നുള്ളൂ. അത് ഈ യാത്രയിൽ കയറിയതുകൊണ്ടാണ്. അതുകൊണ്ട് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന വിടുപണിയിൽ ഒരുപാട് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി പോയി വീഴരുത്. അത് തെളിയിക്കേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളാണ്. അവർക്കാണത് കഴിയേണ്ടത്. അതിന് കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കണം. ആ മുന്നേറ്റത്തിനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയത്തിനകത്ത് ചേർന്നു നിൽക്കാൻ, അങ്ങനെ മുന്നോട്ട് പോകാൻ. ഒരിക്കലൂടെ നിങ്ങളുടെ നാട്ടിൽ പൊതുപ്രവർത്തനം കൊണ്ട് മികവ് കാണിച്ച ഒരു മനുഷ്യനെ ആദരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. നിങ്ങൾ മനോഹരമായ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിയുടെ പാട്ടുകൾ ആസ്വദിച്ചിവിടെ ഇരിക്കൂ. അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ ഹിന്ദ്.